കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെയധികം രുചികരമായി പച്ചക്കറികളൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. കടല വെച്ചാണ് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കടലയിൽ ധാരാളം പ്രോട്ടീനും വിറ്റാമിൻസും ധാരാളം പോഷക ഗുണങ്ങളുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നാൽ ഇത് കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാനൊക്കെ മടിയായിരിക്കും കുട്ടികൾക്കൊക്കെ. പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നിർബന്ധമായിട്ടും ഡെയിലി നമുക്കിത് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. എന്നാൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, വളരെ രുചികരമാണ്. ഇനി ഒരു ചായയുടെ കൂടെ സ്നാക്കായിട്ട് കൂടി നമുക്ക് കഴിക്കാം. സാധാരണ കറി വയ്ക്കുന്ന കടലയാണിത്. ഇത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കുക്കറിൽ കുറേ വിസിലൊക്കെ വരുത്തി നല്ലപോലെ വേവിച്ചെടുത്ത് വെക്കണം. എന്നാലാണത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നാൽ കഴിച്ചാൽ വയറിന് കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കുക. അതിൻ്റെ തോലൊക്കെ നല്ലപോലെ വേവണം. അതുകൊണ്ടാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കത് കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു സവോളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്താൽ നല്ല സ്വാദാണ്. ഞാനൊരു ചെറിയ സവോള കട്ട് ചെയ്തിട്ടു. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഒന്ന് അരിഞ്ഞാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ചതയ്ക്കൊന്നും വേണ്ട, ഞാൻ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചതച്ചിട്ട് അതിൻ്റെ ഫ്ലേവർ മൊത്തം വരുത്തണ്ട കേട്ടോ. ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ കടലയിലേക്കൊക്കെ ഇത് ചേരുമ്പം ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല കുട്ടികൾക്കോ അല്ലെങ്കിൽ ചിലർക്കും. അപ്പോൾ ചതയ്ക്കാതെ തന്നെ അരിഞ്ഞ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കണം. കരിയൊന്നും വേണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇനി നമുക്കതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം പിന്നെ ഒരു കിഴങ്ങും കൂടിയാണ് കേട്ടോ. അത് ഈ മസാലയൊക്കെ ചേർന്ന് വരുമ്പോൾ നല്ല രുചിയായിരിക്കും. എന്നാൽ ക്യാരറ്റും കിഴങ്ങൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ സൂപ്പറായിരിക്കും. നല്ലപോലെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കണം. നല്ല കട്ടിയിലൊന്നും കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ, നൈസായിട്ട് മതി. നമ്മളിനി വെള്ളം ചേർത്തൊന്നും തിളപ്പിച്ചൊന്നും എടുക്കുന്നില്ല, വേവിച്ചൊന്നും എടുക്കുന്നില്ല. അപ്പോൾ എണ്ണയിൽ തന്നെ വഴന്ന് വരുന്നതിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്താൽ മതി. എന്നാൽ കൂടുതൽ കട്ടി കൂടുകയും വേണ്ട, നൈസാകും വേണ്ട. ഒന്ന് വഴന്ന് വരുമ്പോൾ 2 പഴുത്ത ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ടു. ഒരു വലിയ പഴുത്ത തക്കാളി ആയാലും മതി. തക്കാളി നന്നായിട്ട് പഴുത്തത് ചേർക്കണം കേട്ടോ. എന്നാലത് വഴന്ന് അതിൻ്റെ ഗ്രേവിയൊക്കെ അതിലേക്ക് ചേരുമ്പോൾ നല്ലൊരു രുചി ഉണ്ടാവും. അതുകൊണ്ടാണ്. അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം, അത് വീഡിയോയിൽ വിട്ടുപോയതാണേ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം. കൂടുതലങ്ങ് ബ്രൗൺ കളറാവണ്ട, വഴന്ന് വെന്താൽ മതി കേട്ടോ. ഈ സമയം നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച കടല നന്നായിട്ടൊന്ന് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരല്പം ഉപ്പേ ചേർത്തിട്ടുള്ളൂ, കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ മസാലയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഉപ്പ് കുറവായതുകൊണ്ട് മസാലയിലേക്ക് ഒരല്പം കൂടി ചേർത്തു കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റി കിഴങ്ങിലും ക്യാരറ്റിലേക്കൊക്കെ ഒന്ന് പിടിക്കണ്ടേ. പിന്നെ കടലയിലേക്കും കൂടി വേണ്ടതും കൊണ്ടാണ് ഇത്രയും ചേർത്തത്. ഉപ്പൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പച്ചക്കറികളെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം, എന്നാൽ കരിയാൻ പാടില്ല കേട്ടോ. എല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്ത് വന്നു. ഇനി നമുക്കതിലേക്ക് അല്പം മസാലപ്പൊടികൾ ചേർക്കണം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തു. കുറച്ച് മല്ലിപ്പൊടിയാണ്, വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി. കൂടുതൽ വേണ്ട, മസാലയുടെ കുത്തൊന്നും അങ്ങനെ പുറത്തേക്ക് വരാൻ പാടില്ല കേട്ടോ. ഇത് ഫ്രഷായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ മസാലപ്പൊടിയൊന്നും കൂടുതൽ ചേർക്കണ്ട. എന്നാൽ ഒരു ഫ്ലേവറിനെല്ലാം വേണം. ഒരല്പം ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്തത്, ഒരു ചെറിയ സ്പൂൺ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു. ഇനി അതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലയും കൂടി ചേർത്തിട്ട് അതില്ലെങ്കിൽ പട്ടയോ ഗ്രാമ്പോ എന്തെങ്കിലും നമ്മൾ വഴറ്റുമ്പോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഗരം മസാല ചേർത്താൽ സൂപ്പറാണ്. നല്ലപോലെ ഒന്ന് വഴറ്റി വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ ഒരല്പം കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ച കടലയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം കേട്ടോ. എല്ലാ മസാലയും ഇതിലേക്കൊന്ന് ചേർന്ന് വരട്ടെ. നമ്മൾ കടല വേവിക്കുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിക്കാം. പുട്ടിനൊക്കെ കഴിക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ളത് അത്ര ടേസ്റ്റ് ആവില്ല. അപ്പോൾ കുറച്ച് വെള്ളത്തോടെ ചെയ്യുന്നത് നല്ലതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. വേണമെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് മസാലയും കിഴങ്ങും എല്ലാം കൂടി അതിലേക്ക് ഒന്ന് പിടിച്ച് വരട്ടെ. ഇനി ഒരല്പം തേങ്ങ ചിരവിയതും കൂടി ഇട്ടു കേട്ടോ, കൂടുതൽ സ്വാദുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ വഴറ്റുമ്പോൾ
തേങ്ങയുടെ കൊത്തിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ അല്പം ചിരവിയ തേങ്ങ ഇട്ടു. ഇനി കൂടുതൽ തിളപ്പിക്കണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. മസാല എല്ലാത്തിലേക്കും ഒന്ന് പിടിച്ച് വന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്താൽ മതി. ഈ സമയം കുറച്ച് കറിവേപ്പിലയൊക്കെ ഇടണം. എല്ലാം ചേർന്ന് വന്നു. നല്ല ഫ്ലേവറുണ്ട്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.